ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുക ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 27 മുതൽ 36 വരെയുള്ള വാക്യങ്ങളാണ്. അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡൻ്റായിരുന്ന എബ്രഹാം ലിങ്കൻ്റെ കാലഘട്ടം, അതായത് 19-ാം നൂറ്റാണ്ടിലെ അമേരിക്കയിലെ ഒത്തിരിയേറെ ആഭ്യന്തര യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം. അപ്പോൾ അദ്ദേഹത്തോട് കുറേ മതപണ്ഡിതർ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്: അങ്ങ് ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല, ദൈവം നമ്മുടെ കൂടെയുണ്ട്, പിന്നെ നമ്മൾ എന്തിനു ഭയപ്പെടണം. അപ്പോൾ എബ്രഹാം ലിങ്കൺ അവരോട് തിരിച്ചു പറയുന്ന മറ്റൊരു ഉത്തരമുണ്ട്: അതെ, എനിക്കറിയാം ദൈവം നമ്മുടെ കൂടെയുണ്ട്, പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ കൂടെയുണ്ടോ എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ പേടി എന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറഞ്ഞു തരിക ഒരു ക്രൈസ്തവൻ എങ്ങനെ ജീവിക്കണം എന്നതിൻ്റെ ഒരു ചെക്ക് ലിസ്റ്റാണ്. എങ്ങനെ ജീവിക്കണം എന്നതിൻ്റെ ഒരു ചെക്ക് ലിസ്റ്റ്. ഈ ഒരു സുവിശേഷ ഭാഗത്തിലൂടെ കടന്നു പോയാൽ ഒരു ക്രൈസ്തവൻ എങ്ങനെ ആയിരിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞു തരികയാണ്. പ്രത്യേകമായിട്ട് 31-ാമത്തെ വാക്യം നമ്മളോട് പറഞ്ഞു തരിക അതൊരു ഗോൾഡൻ റൂളായിട്ടാണ് പറയുക. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അങ്ങനെ തന്നെ നിങ്ങൾ അവരോട് പെരുമാറുവിൻ. ഗോൾഡൻ റൂൾ ഓഫ് ലവ് എന്നാണ് ഇതിന് പറയുക. അതായത് സ്നേഹത്തിൻ്റെ അത്രമാത്രം വില കൊടുക്കുന്ന ഒരു ക്രൈസ്തവ ജീവിതം. ഒരു ക്രൈസ്തവനെ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ. അതായത് സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കണമോ, ശപിക്കുന്നവരെ തിരിച്ച് ശപിക്കണോ, എന്താണ് ഒരു ക്രൈസ്തവൻ ചെയ്യേണ്ടത്? പ്രിയപ്പെട്ടവരെ, നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നതിനപ്പുറം നമ്മളെ ശപിക്കുന്നവരെയും നമ്മെ ദ്രോഹിക്കുന്നവരെയും നമ്മളെ വേദനിപ്പിക്കുന്നവരെയും നമ്മളെ ശത്രുവായിട്ട് കാണുന്നവരെയും ഒക്കെ സ്നേഹിക്കുവാനും അവരെ ചേർത്ത് പിടിക്കുവാനുമുള്ള വലിയ ഒരു ആഹ്വാനമാണ് ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറഞ്ഞു തരിക. രവീന്ദ്രനാഥ ടാഗോർ ഒരിക്കൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു സംഭവമുണ്ട്. ഒരു മരത്തിനോട് ഒരു മഴു ചെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നിൻ്റെ ശാഖയിൽ ഒരെണ്ണത്തിനെ എനിക്ക് തരുമോ? മരത്തിനറിയാമായിരുന്നു ആ മഴു തൻ്റെ ഒരു ശാഖ ചോദിക്കുന്നത് മഴുവിനെ കൈകളിട്ട് തന്നെ ശക്തനാക്കുവാനും അങ്ങനെ ആ ശക്തിയിൽ എന്നെ വെട്ടിമുറിക്കാനാണ് എന്ന്. അതറിഞ്ഞുകൊണ്ട് തന്നെ ഈ മരം തൻ്റെ എല്ലാ ശിഖരങ്ങളും ചെരിച്ച് അവന് കൊടുത്തിട്ട് പറയുകയാണ്: നിനക്ക് ഇഷ്ടമുള്ളത് വെട്ടിയെടുക്കാം, നീ നിന്നെ തന്നെ ശക്തനാക്കിക്കോ, എന്നെ നീ വെട്ടിമുറിപ്പെടുത്തുമെന്നും എനിക്കറിയാം, എങ്കിലും നീ ശക്തനാവ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ വേദനിപ്പിക്കുന്നവരും നമ്മളെ കരയിപ്പിക്കുന്നവരും നമ്മുടെ സങ്കടങ്ങൾ കാണുന്നവരും നമ്മുടെ സങ്കടങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവരും നമ്മളെ വേദനിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമായ ഒത്തിരി പേര് നമ്മുടെ ചുറ്റിനുമുണ്ട്. പലരും നമ്മുടെ നന്മയേക്കാൾ അപ്പുറം നമ്മുടെ തിന്മയെയും ഒക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്, നമ്മുടെ നാശത്തെ ആഗ്രഹിക്കുന്നവരുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയുകയും ചെയ്യാം. എന്നിരുന്നാലും ക്രിസ്തു നമ്മളോട് പറയുക അവരെയും ചേർത്ത് പിടിച്ച് സ്നേഹിക്കുവാനാണ്, അവരെയും ഒരു കുടക്കീഴി കൊണ്ടുപോകുവാനാണ്. ക്രിസ്തു പഠിപ്പിച്ചു തരുന്ന ഏറ്റവും വലിയ പാഠം അതാണ്. എല്ലാവരെയും സ്നേഹിക്കുക. അവൻ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചതും അവൻ നമുക്ക് വേണ്ടി അപ്പമായി തീർന്നതും അവൻ നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നതുമെല്ലാം സ്നേഹിക്കുവാൻ വേണ്ടിയാണ്, സ്നേഹത്തിൻ്റെ കൽപ്പനയുമായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരെയും ചേർത്ത് പിടിക്കുവാനും എല്ലാവരുടെ വേദനകളിൽ താങ്ങും തണലുമായിട്ട് മാറുവാനും ഒക്കെ നമുക്ക് പരിശ്രമിക്കാം. പലരും നമ്മുടെയൊക്കെ അടുത്ത് വരിക നമ്മളെ വേദനിപ്പിക്കാനൊക്കെ ആയിട്ടാണ്, അതൊക്കെ നമുക്കറിയാം. എന്നിരുന്നാലും അവരോടും ക്ഷമിച്ച് അവരെയും കൂടെ ചേർത്ത് പിടിച്ച് അവരെയും സ്നേഹിക്കുവാനും അവരുടെയൊക്കെ ആവശ്യങ്ങളിൽ അവരോടൊപ്പം താങ്ങായി തണലായി നിൽക്കുവാനും നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായുള്ള കൃപ നൽകി സർവേശ്വരൻ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.